എൻ മേനിയിൽ നിൻ ദ്രംഷ്ട സ്പർശിക്കവേ ഞാൻ അറിയുന്നു. അയ്യോ ബാഹുലൻ സാറിന് തേനീച്ച കുത്തിന്ന് ധ്യാനിച്ചൊക്കെ ഇപ്പൊ വേറെ വെച്ചോട്ടോ ചേട്ടാ. അങ്ങേര് വല്ല ആ കൂട്ടിന്റെ അടുത്ത് കവിത വല്ല പാടിക്കണം. അങ്ങനെ ആ കൂട്ടിന്റെ അടുത്ത് കവിത വല്ല പാടിക്കണം. ഞാൻ കൂടെ വരാം. സാറേ ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. വേറെന്തോ വലുത് വരായിരുന്നാണ്. ഇങ്ങനെ പോയിന്ന് കരുതിയാണ്. വേറെന്ത് വലുത് വരെ നീ പോടാ. എടാ ഈ തേനീച്ച നിസ്സാരമായിട്ട് കാണണ്ട. ഈ തേനീച്ച പറന്നു വന്ന് സാറിന്റെ പല്ലിലാണ് കൊത്തിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പണി തീർന്നു. നീ പോടാ അവിടെ നിന്ന്. തേനീച്ച കുത്തിന്ന് വെച്ചാൽ ആള് മരിക്കോ? പിന്നെ ഞാൻ ഡിസ്കവറി ചാനൽ എത്ര വർഷം കണ്ടെന്നറിയോ? സാറിന്റെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ തേനീച്ചയ്ക്കൊന്നും ഇപ്പൊ ഒരു ബോധമില്ലെന്നേ. അല്ലെങ്കിൽ ഇയാളെ കൊത്തുവോ? ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ ബാഹുലയൻ സാറിനെ ഒരു തേനീച്ച കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. ഇത് നാളെ നമുക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ തേനീച്ചക്കൂട് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി നമ്മൾ പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെടണം. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിന്നേ പറ്റുള്ളൂ. പഴയ പോലെ ഓരോ പ്രശ്നം വരുമ്പോൾ മുങ്ങിക്കളയരുത്. പ്രത്യേകിച്ച് രവിയേട്ടനോടാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോ ഓടിയെന്നാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അപ്പം മുങ്ങി കളയും. പിന്നെ അല്ല ഒന്ന് അങ്ങോട്ടോ മാറണം, ഒളിച്ചോട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ മാത്രമാകും പിന്നെ ഒറ്റയ്ക്ക്. പിന്നെ നീ ഒറ്റ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അപ്പുറത്തെ മെഷീനറി ക്ലാസ്സിൽ മെഷീൻസ് ഒക്കെ എടുത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് വെക്കാൻ കുത്തല്ലേ. നമ്മൾ തേനീച്ച കുത്തുന്ന കാര്യമാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നേരെ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മള് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകാം. വാ. എടാ ഞാൻ എന്താ പറഞ്ഞു കണ്ടാ അല്ലെന്ന് മാമീര മുമ്പ് അവിടെ നിൽക്കുന്നു. ഇതെന്നെ പറയണ അപ്പം ഇങ്ങനെ ഒന്നും കൂടെ കൂട്ടല്ലേ. ഞാൻ അതല്ലെന്ന് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ കണ്ടിട്ട് തിരിച്ചു വരാം. അതങ്ങനെ മുങ്ങലാവണത്. ഇവിടെ മാമീന്റെ മോൻ പുറത്ത് നിൽക്കട്ടെ. ഇത് തേനീച്ച കുത്തുന്ന കാര്യമാണ്. ആദ്യം ഇത് സോൾവ് ചെയ്യുവാ. അവൻ പോടാ. നിങ്ങൾ എന്തെണ്ണ ഇത്? എന്തിനാ നീ പോടാ അങ്ങോട്ട്. എവിടെ കിടക്കുന്നത്? കുമാരാ കുമാരാ ഇയാള് ഇവിടെ പോയി രണ്ടെണ്ണം ഒരുത്ത ലീവ് എടുത്ത് എങ്ങാണ്ടാവും. വെള്ളവനെ വിളിച്ചാലും എത്രയായി? വാ ക്ലാസ്സിലൊന്നും കയറണ്ടേ? പഠിക്കൊന്നും വേണ്ടേ? എങ്ങനെ കയറി സാറേ? ആ ഭാഗത്തേക്ക് പോവാൻ തന്നെ പേടിയാണ്. സാർ നമ്മുടെ സെക്ഷന്റെ മേളിലാണ് തേനീച്ച കൂട് വെച്ചേക്കണേ. ബാഹുലയൻ സാറിനെ കുത്തിയപോലെ ഇനി ഞങ്ങളെ കുത്തും തേനീച്ച. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ സാറേ. അതിന് ഞാൻ കയറി എടുക്കാനാ? ഇവിടെ ഒരു പീനുണ്ടല്ലേ, ഞങ്ങളുടെ നല്ലൊരു വിളിച്ചല്ലേ, നിങ്ങൾ കേട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി കൂടെടുക്കാൻ വരാം. അതെങ്ങനെ സാറ് ദേഷ്യപ്പെട്ടോ? പിന്നെ എങ്ങനെയാണ് സാറേ? നമ്മൾ വിഷമം പറയാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് വന്നപ്പം ഇത് ഞങ്ങളെ പ്രശ്നം മാത്രമല്ല സാറേ. പുറത്ത് കുറെ കുട്ടികളുണ്ട്. ഞങ്ങൾ സംസാരിച്ചോളാം, സാറിൻ്റെ അടുത്ത് കണ്ടു പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു വന്നാണ്. വേണ്ട രവീണ പാപ്പാ കുത്തി കൊല്ലട്ട്. നമുക്ക് സാറിനൊക്കെ തേനീച്ചയുടെ കുത്തോണ്ട് ചാവാനായിരിക്കും വിധി. നില്ലേ ഞാൻ വേണ്ടല്ലോ ചെയ്യാം കേട്ടാ. വേണ്ടല്ലോ ചെയ്യാന്ന ഇത്രയുണ്ട് സാറേ. ഇത്രയുണ്ട്. കോളേജ് മൊത്തം പറന്ന് നടക്കുകയാണ്. ഓ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും വരും. ദൂരെ നിന്നും ഇത്രയും ഇങ്ങോട്ടേറ്റം വരുമോ? ഇങ്ങോട്ടായിട്ട് കയറി വരുമോ? അതാണ് ഇവിടെ കുമാരാ കുമാരാ എന്താ സാറേ? ഇതേടെ മുഖത്ത് പൗഡറൊക്കെ പൂശി കുമ്പള പോലെ മൊത്തം തേനീച്ച കുത്തിട്ട് ചുണ്ണാമ്പ് വെച്ചാ സാറേ. നിന്നെ ഞാനെന്ത് കുത്തിയാ? കരച്ചിലും വെച്ചിലൊന്നും കേട്ടില്ലോ മാരട്ടാ. ഓ പാവം പ്യൂണിന്റെ കരച്ചിലൊക്കെ ആര് കേൾക്കാന്? കണ്ടില്ലേ സാറേ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അങ്ങനെ പഠിക്കും. അവസാനം മാർക്ക് കുറയുമ്പോൾ സാറ് തന്നെ ഞങ്ങൾ കുറ്റം പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറയാം. അവിടെ നാളെ വന്ന് കൂടെ ഇളകിക്കോളും. സാറേ കാട്ടിൽ നിന്ന് ലാടന്മാർ വന്നാലേ പറ്റൂന്ന് അവര് പറയുന്നത്. കണ്ട, ഇതാണ് പ്രശ്നം. കൂടളൊക്കെ ആളില്ല. ആളിനെ ഞങ്ങൾ കേട്ടോ. ആര് ആളിനെ ഞങ്ങൾ കൊണ്ടുവരാം. അത് കുരുടി രാജു. ആ കൊടിയനാ ഈ കോളേജിൽ അയലത്ത് കൊണ്ടുപോകാനാണ്.
സാറേ ചിലതിന് ചില ആൾക്കാരെ പറ്റുള്ളൂ. അതെ. കുരുളി രാജ് കറക്റ്റാണ് സാറേ. ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലായിടത്തും കൈ തരും. ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛനെ ഇത് ഞങ്ങളെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ കൈമാറിയ കാര്യമാണ്. നടക്കുവോ? ഇവിടെ ആദിവാസികൾ വരെ കൈവിട്ട കേസ് ഈ രാജ് ചെയ്തിട്ടുണ്ട്. വടം മുകളിൽ കെട്ടി കയറി തൂങ്ങി സാരത്തെ പിടിച്ച് കൈ തരും. കൈ തന്നെ കുത്തൂല്ലേ? കുത്താതിരിക്കാൻ വേറെ പരിപാടി ഉണ്ടേ. എന്ത്? ഈ തേനീച്ചയുടെ റാണിയെ നൈസായിട്ട് ഞാൻ അടിച്ചു മാറ്റും. റാണിയോ? രാജാവിന്റെ ഭാര്യ. ഓടാ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ലേലും കോളേജിന്റെ ഒരു ആവശ്യം വരുമ്പോ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ നിലയും വിലയൊക്കെ എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും. കുറിച്ച് നമുക്ക് എന്തിനാണ് ആ നിലയും വിലയൊക്കെ? നമ്മളെ കോളേജിന്റെ ആവശ്യമല്ലേ. നമുക്ക് ആരും നന്ദി പറച്ചിലൊന്നും വേണ്ട. കൂടുതൽ വാചകം കൊടുക്കല്ലേ. 2000 കൊടുത്തിട്ടല്ലേ അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓസിനൊന്നുമില്ല. വേണമെങ്കിൽ രൂപ 200 100 കൊടുക്കാൻ. എന്നൊക്കെ വാടക്ക് ഒരു കുത്ത് കിട്ടിയാ പോരാ. രാജു കയറുമ്പോൾ നോക്കിയേ കയറണം. ചെറുതും ചവിട്ടി വൃത്തിയായിട്ടാക്കരുത്. ഞാൻ അടുത്ത വർഷം പെയിന്റ് അടിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കേട്ടാ. ഓ ചെവരില്ലാത്ത സ്ഥലത്തും ഈ രാജ് കയറിക്കൊണ്ട്. സാറ് അത് വിട്. പോയി ഒരു ചാക്കെടുത്തുണ്ടോ? ചാക്കെടുക്കാനോ? ഞാനാ? ഞാനേ ഈ കോളേജിലെ പ്രിൻസിപ്പലാണ്. അല്ല അതിന്റെ കൈകളൊന്നും അല്ല. എനിക്ക് ചാക്കെടുത്ത് തരാൻ 2000 രൂപ എണ്ണി കൊടുക്കാൻ വേണം. എവൻ്റെ വാങ്ങിക്കണ കേൾക്കാൻ വേണം. അതെ സാറേ, ഞാൻ ഒരു 5 സെന്റ് എഴുതി തരാണെന്ന് പറഞ്ഞില്ലല്ലോ. സാറ് ചാക്കെടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂലേ. സുമാരാ ആഹാ വായി പൊളിച്ചിരിക്കാതെ അല്ല ചാക്ക ചോക്കാലുണ്ടെങ്കിൽ എടുത്തോണ്ട് പോട്. മനുഷ്യന് ഒരു സമാനം തരരുത്. ഓരോ സമയം ഓരോ മരപ്പട്ടി ഈനായും വെച്ചു എന്നും പറഞ്ഞോണ്ട് നിന്റെയൊക്കെ പാടുപോലെ ചെയ്യും. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോണം. സാറ് പോലെ പോലെ ഈ വടമൊക്കെ എടുത്തോണ്ട് മുകളിലോട്ട് പോകും. ഞങ്ങളാ മറ്റേ റെഡിയല്ലേ? മറ്റേ റെഡി അല്ല? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം അമ്പും വില്ലും മേളിൽ വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് പോണേ. താനിവിടെ തേനീച്ചനെ പിടിക്കാൻ വന്നാണ് തെരുവ് സർക്കസിന് വന്നാണ്. സാറ് വാമപ്പാണെന്ന്. വാമപ്പ് എന്ത് അപ്പായാലും ശരി ഇവിടെ കോപ്രായം കാണിക്കാൻ പറ്റില്ല. പണി ചെയ്തിട്ട് പോകും. സാറേ അയാൾ വ്യായാമം ചെയ്താലേ ഏകാഗ്രത കിട്ടൂ. ഏകാഗ്രത ഉണ്ടെങ്കിൽ റാണിയെ പിടിക്കാൻ പറ്റൂ. റാണിയാ? തേനീച്ചയ്ക്ക് റാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാറ് ബുക്ക് എടുത്ത് തറാപറാന്ന് വായിക്കും പോലെ ഒന്നും അല്ല. വാ അണ്ണാ ഇങ്ങോട്ട് മാറില്ല. ഈ തേനീച്ച കൂടെ ഇളകുമ്പോഴേ അതിൽ നിന്ന് കുടുകുട നല്ല മധുരമുള്ള തേൻ കിട്ടും. എമിലിക്ക് തേൻ ഇഷ്ടമാണോ? പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനൊന്ന് കുറച്ചെടുത്ത് തരുമായിരുന്നു. പിന്നെന്താ, ആ കൂട്ടിലെ മുഴുവൻ തേനും ഞാൻ എമിലിക്ക് ഒരു കുപ്പിയിലാക്കി തരാം. എമിലി അത് കൊണ്ടുപോയി ചാവാറായി കിടക്കണം നിന്റെ അമ്മൂമ്മയുടെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അവരത് കുടിച്ച് ചാവട്ടെ. ഞങ്ങൾക്ക് കൂടി തരുമോ ചേട്ടാ? ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് തേൻ. കൂടുതൽ തേനൽപ്പിക്കാൻ ചേട്ടൻ ചെല്ല്. നിനക്കൊക്കെ പാവയ്ക്ക ജ്യൂസാണ് അടിച്ചു തരേണ്ടത്. ഞാൻ വരാം, ശരിയാക്കി തരാൻ. എവിടെ പോണ്ട് കയ്യിൽ ബോട്ടിലായിട്ട്? സാറേ അവരിപ്പോ കൂടിളക്കാൻ കയറി കാണും. അതുകൊണ്ട് കൂടിളക്കാൻ കയറുമ്പോഴേ നല്ല തേൻ കിട്ടും. തേൻ കിട്ടും? ആ നല്ല മധുരായിരിക്കും അല്ലേ? പിന്നെ നല്ല മുതലമാണെന്ന് അവര് പറയുന്നത്. അമ്മയുടെ ജാടയും കാണിച്ചല്ലേ? വല്ല കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചാ തേൻ കിട്ടുമെന്ന്. ആ എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരട്ടെ സാറേ. നില്ല ഞാനേ ഇതും കൂടെ ഉണ്ട്. ഇതിൽ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് നീ എടുത്തോ. അല്ല ഇതിനകത്തൊക്കെ തേൻ തരുമോ? അതൊക്കെ തരും. പ്രിൻസിപ്പാളെന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോ എന്നാന്ന് പറഞ്ഞാൽ ആ കിട്ടും. ശ്രമിച്ചു നോക്കാം. ചെല്ലേ ചെല്ലേ. ഞാൻ പോയിട്ട് വരട്ടെ. മുഴുവൻ അടിച്ചോണ്ട് പോകരുത്. ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടേ പോകാവൂ. ഇത് അന്ന എന്താ കാണിക്കുന്നുണ്ട?
എടാ ഇത് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജ് മുണ്ടെടുത്ത് കൊടുക്കടാ. ഞാൻ പറഞ്ഞു കേൾക്കും മുണ്ടെടുത്ത് വെറുപ്പിക്കല്ലേ. അയാൾ നിക്കർ ഇട്ടിട്ടുണ്ടല്ലോ ഇട്ട് കൊടുത്തേ. ഒരു നല്ല നോക്കിയിരിക്കണം. കല്ല് കെട്ടിട്ടുണ്ടോ? കല്ല് ചെയ്യും വേഗം. കല്ല് തലയിൽ